ആദ്യമേ പറയുവാണ്, ഇനി മുതലുള്ള എൻ്റെ ഒരു വീഡിയോസിൽ സ്ക്രിപ്റ്റ് ഒന്നും ഞാൻ ഉപയോഗിക്കത്തില്ല. ആക്ച്വലി ഒരു ഫ്രണ്ടിന്റെ അടുത്ത് സംസാരിക്കുന്ന പോലെ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനാണ് ഇഷ്ടം. നമ്മൾ സ്ക്രിപ്റ്റ് എഴുതി അതേപോലെ ലൈക്ക് അത് പഠിച്ചിട്ട് പറയുമ്പോൾ അതിനനുസരിച്ചുള്ള ലൈക്ക് ഒരു ഫീല് വരത്തില്ല. ഇതിപ്പം എനിക്കിപ്പോ ഒന്നും ചെയ്യണ്ട, ഒരു ടെൻഷൻ ഇല്ലാണ്ട് എനിക്ക് ഞാനായിട്ട് തന്നെ സംസാരിക്കാം. അപ്പം ഇതിനു മുമ്പുള്ള വീഡിയോസ്, ഒന്ന് രണ്ട് വീഡിയോസ് എല്ലാം സ്ക്രിപ്റ്റ് ചെയ്ത് അങ്ങനെ ഞാൻ ചെയ്തേക്കുക. അതില് ഓക്കെ, അത് ചെയ്യാൻ നല്ലതാണ് കേട്ടോ, സ്ക്രിപ്റ്റ് ചെയ്തെന്ന് ഓക്കെ. പക്ഷെ ഞാൻ വിചാരിച്ച ഒരു വ്യത്യസ്തനാകാം. എന്തിനാണ് നമ്മളിപ്പോ ഒരേപോലെ നമ്മൾ എല്ലാവരും അങ്ങനെയല്ലേ ചെയ്യുന്നത്? നമുക്കൊരു വ്യത്യസ്തനാകാം. നമുക്ക് എന്താ ഒരു കാഷ്വൽ ആയിട്ട് നമുക്ക് ഇവിടെ എന്ത് സംസാരിക്കാം. ഈ ഒരു ലൈക്ക് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ഉള്ള ഒരു ലൈക്ക് മെയിൻ എന്റെ ഗോൾ എന്ന് വെച്ചാൽ ലൈക്ക് നമുക്കിവിടെ എന്ത് സംസാരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. എനിക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് നേരിട്ട് നമുക്കൊരു കണക്ഷൻ ബിൽഡ് ചെയ്യാനാണ് ലൈക്ക് ആക്ച്വലി ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അത് അങ്ങനെ തന്നെ പോകണ്ടേ, അല്ലാണ്ട് ഞാൻ എപ്പോഴും സ്ക്രിപ്റ്റിലൂടെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ. ഇന്നത്തെ ലൈക്ക് നിങ്ങൾ തംബ്നെയിൽ കണ്ടാ അറിയാം, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ടൈറ്റിൽ കണ്ടാ അറിയാം, നമുക്ക് ഓവർ തിങ്കിങ് ആണ് എല്ലാവർക്കും. അപ്പൊ എനിക്ക് സത്യം പറയാം, ഇത് പണ്ട് മുതലേ ഉള്ള കാര്യം ഈ ഓവർ തിങ്കിങ്. ഇപ്പൊ ഇല്ല കേട്ടോ, ഇപ്പൊ ഞാൻ കുറെ മാറ്റിയെടുത്ത്. എനിക്ക് അനാവശ്യമായിട്ട് ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യാൻ ചുമ്മാ ഒരു കാര്യവും വേണ്ട. പാസ്റ്റിനെ ആലോചിച്ചിട്ടോ അല്ലെങ്കിൽ ഈ വരാൻ പോകുന്ന കാര്യം ആലോചിച്ചിട്ടോ എന്തെങ്കിലും ചുമ്മാ ഒരു കാര്യം ഇല്ലാണ്ട് ചുമ്മാ അങ്ങനെ ഓവർ തിങ്ക് ചെയ്യും. ഞാനത് മാറ്റിയെടുക്കാൻ നല്ല സമയം എടുത്തു കേട്ടോ. ഓവർ തിങ്കിങ് എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് എടുത്ത് കളയാൻ പറ്റിയൊരു സംഭവമല്ല കേട്ടോ. അതാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ഉള്ള ഒരു കാര്യം. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്, ഞാൻ റിയലൈസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്റെ അനുഭവത്തിനാണ് ഞാൻ സംസാരിക്കുന്നത്. ഓവർ തിങ്കിങ്ങിന്റെ ലൈക്ക് നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ആലോചിച്ചിട്ടായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ പാസ്റ്റ് ആലോചിച്ചിട്ടായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ഓവർ തിങ്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കാര്യങ്ങളായിരിക്കും. സത്യം പറയാൻ നമ്മൾ ഈ വരാൻ പോകുന്ന കാര്യങ്ങൾ ആലോചിച്ചിട്ട് അല്ലെങ്കിൽ പാസ്റ്റ് കാര്യം ആലോചിച്ചിട്ട് നമുക്ക് തിരുത്താൻ പറ്റൂ. നമ്മുടെ കയ്യിലുള്ള സംഭവമാണോ അത് മാത്രം നമ്മൾ ആലോചിക്കണം. നമ്മുടെ കയ്യിലുള്ള സംഭവമേ അല്ല ഇത്. നമുക്കില്ലാത്ത ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പാസ്റ്റിൽ പോയാൽ നമുക്ക് തിരുത്താൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ പോയി തിരുത്താൻ പറ്റും. അപ്പൊ നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കേണ്ട ആ ഒരു സംഭവം. എനിക്ക് ആ ഒരു തോട്ടാണ് വന്നത്. നമുക്കിത് നമ്മളെ കൊണ്ടൊന്നും നടക്കുന്ന കാര്യമല്ല. അപ്പൊ പിന്നെ എന്തിനാണ് നമ്മൾ ഈ ഓവർ തിങ്ക് ചെയ്ത് ചുമ്മാ സമയം കളയും, ചുമ്മാ ടെൻഷൻ അടിക്കുന്നത് എന്തിനാണ്? അപ്പൊ ആദ്യമേ നിങ്ങൾ അതാണ് മൈൻഡിൽ വെക്കേണ്ടത്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഞാൻ പരീക്ഷയൊക്കെയുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഈ ഓവർ തിങ്കിങ് ഒക്കെ ഇങ്ങനെ വരുമല്ലോ, ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ അനാവശ്യമായിട്ട് ഇങ്ങനെ ചിന്തകൾ വരുമല്ലോ. ആ സമയത്ത് നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ, വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസിലോട്ട് മൂജിക്കണം. ബുക്ക് വായിക്കുക, എന്തെങ്കിലും ബുക്ക് വായിക്കണമെന്നില്ല, എന്തെങ്കിലും ഒക്കെ ചെയ്യണം. എന്നുവെച്ചാൽ അതിൽ നിന്ന് ആ ഒരു മൈൻഡിൽ നിന്ന് മാറാൻ വേണ്ടിയാണ്. കാരണം നമ്മളിതിപ്പോ എപ്പോഴും ഓവർ തിങ്ക് ചെയ്യുക. എനിക്കൊന്ന് ഗേൾസ് ഒക്കെ ആണെന്ന് തോന്നുന്നു ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യുന്ന ആൾക്കാർ. അവരൊക്കെ ചുമ്മാ ഞാൻ കൂടുതൽ കേട്ടുള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അപ്പം നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്ക്. ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരും കേട്ടോ. പെട്ടെന്ന് മാറ്റാൻ പറ്റത്തില്ല ഓവർ തിങ്കിങ്. കാരണം എനിക്കത് പെട്ടെന്ന് മാറ്റാൻ പറ്റിയില്ല. എനിക്ക് ഞാൻ മാറി മാറി വരുന്നേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ നല്ല വ്യത്യാസമുണ്ട്, നേരത്തെക്കാളും ഇപ്പൊ നല്ല എന്തായാലും വ്യത്യാസമുണ്ട്. അപ്പം എനിക്ക് ഈ ഒരു മേജറായിട്ട് ഷെയർ ഉള്ള ഈ ഒരു രണ്ട് കാര്യമാണ്. ഓക്കെ, അപ്പം നിങ്ങളൊരു ഫ്രണ്ടിനെ പോലെ എടുത്താൽ മതി. എന്തെങ്കിലും റിസൾട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക. പിന്നെന്താ, നമുക്ക് ഇതുപോലെ ഇനിയും അടുത്ത വീഡിയോ നമുക്ക് ചെയ്യാം. നമുക്ക് ഇതുപോലെ തന്നെ കാഷ്വൽ ആയിട്ട് അല്ല ഫ്രീ ആയിട്ട് സംസാരിക്കണം. കുറെ സബ്ജക്റ്റിനെ കുറിച്ച് നമുക്ക് എന്താ എല്ലാത്തിനെ കുറിച്ച് സംസാരിക്കാം. നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് സംസാരിക്കാം. അപ്പം ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു. നമുക്ക് വേറൊരു വീഡിയോ ഞാൻ ഉടനെ വരും, പേടിക്കണ്ട. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ വേറെ രീതി എന്തെങ്കിലും സംസാരിക്കണം, അല്ലെങ്കിൽ വേറെ രീതി മീൻസ് അങ്ങനല്ല, എന്തെങ്കിലും സൗണ്ടിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തണം. പിന്നെ ഇത് ഹോസ്റ്റലാണ് കേട്ടോ. ആക്ച്വലി ഇത് ഹോസ്റ്റലാണ്, അതുകൊണ്ടാണ് ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ. അതുകൊണ്ട് നിങ്ങൾ അതിനകത്ത് എന്തെങ്കിലും ഇതുണ്ടായി പറയാം. ഞാൻ റിയൽ ആയിട്ട് തന്നെ കാണിക്കാന്ന് വെച്ചല്ല. ഓക്കെ ഗൈസ്, അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ.